الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ അസ്ർ ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു സൂറത്താണ്. സൂറ മക്കിയ, ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر. العصر എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അതിനർത്ഥം. അസ്ർ കാലം. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ സമയത്തിന് അസർ എന്ന് പറയും. ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആണല്ലോ അസറിൻ്റെ സമയം. അങ്ങനെയാണല്ലോ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ആഖിറുൻ നഹാർ അതിനും എന്ത് പറയും? അസർ എന്ന് പറയും. പകലിൻ്റെ അവസാനത്തിലുള്ള സമയം. അതിന് പല പ്രത്യേകതകളുമുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ സമയം? അത് ഈ സമയമാണ്. അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം. അത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു സമയമുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും, തീർച്ചയായും ഉത്തരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച അന്ന് പകൽ അവസാനിക്കാൻ പോകുന്ന ഈ സമയം, അതായത് അസ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്ന വരെയുള്ള സമയം. അതിനും ആ സമയത്തിനും അസ്ർ എന്ന് പറയും. അതുപോലെ അതിന് ഉള്ളൊരർത്ഥമാണ് കാലം. വൽ അസ്രി എന്ന് പറഞ്ഞാൽ വാവ് ചേർത്ത് തൊട്ട് ശേഷം പറയുന്ന ഇസ്മിന് ജറ് ചെയ്താൽ അഥവാ കെസർ അവസാനം കൊടുത്താൽ അത് സത്യം ചെയ്യുകയാണ് എന്നാണ് എൻ്റെ ഉദ്ദേശം. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല. ഇസ്മിന് അതിനുശേഷം ഇസ്മാണ് വരുന്നതെങ്കിൽ, അതായത് ഒരു പേരാണ് വരുന്നതെങ്കിൽ അതിന് അവസാനം കെസർ കൊടുത്ത് മുമ്പിൽ വാവ് എന്ന് പറഞ്ഞാൽ അത് ആണ് സത്യം എന്നാണ് അർത്ഥം. വൽ ആദിയാതി ളബ്ഹ ഫൽ മുഗിയാതി ഖദ്ഹ വൽ മുഗീറാതി സുബ്ഹ എന്ന് പറയുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സത്യം ചെയ്ത് നോക്കിയാൽ അങ്ങനെ കാണാം. അപ്പോൾ അള്ളാഹുവാണ് സത്യം നമ്മൾ എങ്ങനെ പറയാം? വല്ലാഹി എന്നല്ലേ? വല്ലാഹി എന്നാണ് പറയുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ സത്യമാവില്ലല്ലോ. വല്ലാഹി എന്ന് തന്നെ പറഞ്ഞു. വാവും ഇസ്മിന് കെസർ കൊടുക്കണം, തൊട്ട് ശേഷമുള്ള ഇസ്മിന്. വാവ് എന്ന് പറഞ്ഞാൽ ഈ വാവ് എന്തിനുള്ള വാവാണ്? ലിൽ ഖസം. ഖസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഖസം. ഉറുദുവിലൊക്കെ അങ്ങനെ തന്നെ സത്യം ചെയ്തതിന് എന്ത് പറയുക? ഖസം എന്ന് പറയും. ഖസം, ലിൽ ഖസം. വൽ അസ്രി കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യൻ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ നഷ്ടത്തിൽ തന്നെയാണ്. മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. ല ഇന്ന തഅക്കീദുൻ ബഅദ തഅക്കീദ്. തഅക്കീദാണ്, തഅക്കീദാണ്. ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്, വീണ്ടും ഉറപ്പിച്ചു പറയാനാണ് ല ഉപയോഗിച്ചിട്ടുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ശിർക്കിനെ നിഷേധിച്ചതാണ്. ലാ ഇലാഹ നഫിയാണത്, നിഷേധം. ഒരു ഇലാഹുമില്ല. ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. വഹ്ദഹു അത് തഅക്കീദ് ചെയ്യാനാണ്. അല്ലാഹു ഏകൻ. വഹ്ദഹു അവൻ മാത്രം ആണ് ഇലാഹ്. പിന്നെ വീണ്ടും ലാ ശരീക ലഹു. അതെന്താ? ഉലമാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തഅക്കീദും ബഅദ തഅക്കീദ്. ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിക്കാനുള്ളതാണ് തൗഹീദ്. തൗഹീദ് പഠിക്കൽ, തൗഹീദ് പറയൽ ഒരിക്കൽ നിസാരമായി കാണാൻ പാടില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പഠിച്ചു, ഞാനത് കുറെ കേട്ടിട്ട് ഇനി എനിക്ക് കേൾക്കണമെന്ന് പറയാൻ പാടില്ല. തൗഹീദ് മറന്നുപോകും, വേഗത്തിൽ മറന്നുപോകും. നമ്മളെക്കാൾ വലിയ വലിയ ആളുകൾക്ക് മറന്നുപോയിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസം
തൗറാത്ത് വാങ്ങാൻ പോകുമ്പോഴേക്കും കൗമ് മറന്നുപോയി. ഹാറൂൻ നബി അവരിൽ ഉണ്ടായിരിക്കെ മറന്നുപോയി. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അവിടെ തഅക്കീദ് ചെയ്തതുപോലെ ഇന്ന ല എന്നൊക്കെ തഅക്കീദ് ചെയ്ത് അല്ലാഹു പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ 4 ഗുണങ്ങളുള്ള ആളുകൾ ഒഴികെ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? ഇസ്തിസ്നാഇന് വേണ്ടിയാണ്, ഒഴിവാക്കി പറയാൻ വേണ്ടിയാണ് ഇല്ല ഉപയോഗിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലാണ്, എല്ലാത്തിനെയും നിഷേധിച്ചു. ഒരു ഇലാഹുമല്ല, എല്ലാത്തിനെയും പറിച്ച് ദൂരെ കളഞ്ഞു. ഇല്ലല്ലാഹ് എന്നിട്ടാണ് ഇസ്ബാത്ത് ചെയ്യുന്നത്, അള്ളാഹുവിനെ സ്ഥാപിക്കുന്നത്. അള്ളാഹുവിനെ അതിൽ നിന്ന് ലാ ഇലാഹ എന്ന് പറഞ്ഞതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലാ അല്ലദീന, അല്ലദീന ഒരു കൂട്ടർ ഒഴികെ. അവരുടെ വിശേഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആമനു, അവർ വിശ്വസിച്ചവരാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു സ്സാലിഹാത്ത്, വിശ്വസിക്കുക മാത്രം പോരാ, വഅമിലു അവർ പ്രവർത്തിച്ചു. അസ്സാലിഹാത്തി, സാലിഹത്തിന്റെ ജംആണ്, ബഹുവചനമാണ് സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ. വതവാസൗ, തവാസൗ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുക, ഉപദേശിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക, പരസ്പരം ഉപദേശിക്കുക. വതവാസൗ ബിൽ ഹഖി, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, സത്യം ഉപദേശിക്കുക. വതവാസൗ ബിസ്സബ്ർ, അതുപോലെ സബ്ർ ഉപദേശിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ഉപദേശിക്കുക. സബ്ർ, ഹഖ് സത്യം, സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമ. ഇതാണ് ഈ സൂറത്തിന്റെ പദങ്ങളുടെ അർത്ഥം. ഒരു പ്രാവശ്യം ഓതുകയല്ല. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر. إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. والعصر عينان صاد, عين صاد. والعصر വാവ് ശരിക്കും ശ്രദ്ധിക്കുക. വ അല്ല, വ ചുണ്ട് രണ്ടും കൂട്ടി പിടിച്ചിട്ട് വൽ-അസ്രി. ഇന്ന അല്പം മണിച്ചു ഉച്ചരിക്കുക. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന. ശ്രദ്ധിക്കണം, ഇവിടെ ലമ്മ കൊടുത്തിട്ടാണ് ഖുസ്ർ. ഇല്ലല്ലദീന വേറെ ഉച്ചരിച്ചാൽ അതിന്റെ അർത്ഥം മാറും. ഹുസ്ർ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഹുസ്ർ അങ്ങനെ ആവാൻ പാടില്ല. ഖുസ്ർ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്തി വതവാസൗ وتواصوا بالحق وتواصوا بالصبر. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات إلا الذين آمنوا وعملوا الصالحات وتواصوا وتواصوا بالحق
بالحق وتواصوا بالصبر ഈ സൂറത്തിന്റെ തഫ്സീർ വായിക്കട്ടെ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറാണ് വായിക്കുന്നത്. ഇത് വളരെ ഈ സൂറത്ത് നന്നായി വിശദീകരിച്ചത് ഷെയ്ഖ് വിശദീകരിച്ചിട്ടുണ്ട്. അത് വായിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. സൂറത്ത് കാണാതെ ആരെങ്കിലും ഉണ്ടാവാൻ പാടില്ല. അഖ്സമല്ലാഹു തആല ബിൽ അസ്ർ, അല്ലാഹു അസ്ർ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. വൽ അസ്ർ, അസ്ർ എന്ന് പറഞ്ഞാൽ ഖീല, ഇങ്ങനെ അഭിപ്രായം പറയപ്പെട്ടിട്ടുണ്ട്. ഇന്നൽ മുറാദ ബിഹി ആഖിറുൻ നഹാർ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം പകലിന്റെ അന്ത്യമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയമാണ്. ലിഅന്ന ആഖിറൻ നഹാർ അഫ്ളലുഹു, കാരണം പകലിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം. വസലാത്തുൽ അസ്രി തുസമ്മ സലാത്തുൽ വുസ്ത, സലാത്തുൽ വുസ്ത. ഹാഫിളു അലസ് സ്വലവാതി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. നമസ്കാരങ്ങൾ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് ഏത് നമസ്കാരം? അൽ വുസ്ത, മധ്യത്തിലുള്ള നമസ്കാരം. അതേതാണ്? അസ്റാണ്. വരും. ഐ അൽ ഫുദ്ല കമാ സമ്മാഹ നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ ബിദാലിക. അതായത് ഉസ്ത എന്ന് പറഞ്ഞാൽ ഫുദ്ല, ശ്രേഷ്ഠമായത്. അപ്പോൾ ആ നമസ്കാരം ശ്രേഷ്ഠമായതുകൊണ്ട് ഈ സമയത്തിന് ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ പകലിന്റെ ആദ്യ സമയത്തിന് ശ്രേഷ്ഠതയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹിം. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് പകൽ, നേരത്തെയുള്ള ആ പകൽ, അത് സുബഹി കഴിഞ്ഞിട്ടുള്ള ആ നേരം, സുബഹിയോട് അനുബന്ധിച്ചുള്ള നേരം, ആ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ഉമ്മത്തിന് ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്താലും ബർക്കത്തുണ്ടാവും. ഈ ഹദീസ് കേട്ട സഹാബി അദ്ദേഹത്തിന്റെ കച്ചവടം ഈ നേരത്തേക്കാക്കി മാറ്റി. അദ്ദേഹം ആദ്യം വലിയ പണക്കാരനൊന്നും അല്ലാത്ത ഒരാളായിരുന്നു. ഈ സമയത്തേക്ക് കച്ചവടം മാറ്റിയിട്ട് ഈ സഹാബി പറയുന്നു, പിന്നെ എനിക്ക് പൈസ ഒക്കെ കൊണ്ട് എവിടെ വെക്കണം എന്ന് മനസ്സിലാകാത്ത അത്രയും അള്ളാഹു സമ്പത്തിൽ ബർക്കത്ത് ചെയ്തു. എന്താ? ഈ സമയത്തേക്ക് ആക്കിയതുകൊണ്ടാണ്. ആ സമയത്ത് എന്ത് ചെയ്താലും ബർക്കത്തുണ്ടാകുന്ന. പഠിച്ചാലും അതിന് ബർക്കത്തുണ്ടാവും. കച്ചവടം ആ സമയത്ത് ചെയ്താൽ അതിന് ബർക്കത്ത്. നേരത്തെ തുടങ്ങുന്ന കച്ചവടങ്ങൾ നോക്കൂ, ബർക്കത്തുണ്ടാവും അതിന്. അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നതാണ് ആ സമയത്ത് സുബഹി കഴിഞ്ഞിട്ട് ചെയ്യുന്ന എന്തിനും. അപ്പോൾ അതിന് ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ ആഖിറുൻ നഹാറിനും ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഉസ്ത എന്ന് വിളിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ടത്. ഇനി വഖീൽ ഇങ്ങനെയുണ്ട് മറ്റൊരു അഭിപ്രായം, ഇന്നൽ അസ്റ ഹുവ സമാൻ. അസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാലം എന്നാണ് അർത്ഥം. അതാണ് ശരിയായ അർത്ഥം. കാലത്തിൽ ഇത് പെടൂല, ഈ പറഞ്ഞത് പെടും. അതാണ് പറഞ്ഞത്, രണ്ടും വൈരുദ്ധ്യാവില്ല. വഹാദ ഹുവൽ അസഹ്, ഇതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അഖ്സമല്ലാഹു ബിഹി ലിമാ യഖഉ ഫീഹി മിൻ ഇഖ്തിലാഫിൽ അഹ്വാൽ. എന്താണ് അള്ളാഹു കാലത്തെ സത്യം ചെയ്ത് പറഞ്ഞത്? അള്ളാഹു ഏത് കാര്യത്തിൽ സത്യം ചെയ്തു പറഞ്ഞാലും അത് ഒരുപാട് മനുഷ്യന് ചിന്തിക്കാനുള്ള, മനുഷ്യൻ ആലോചിച്ചാൽ അവൻ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യങ്ങളായിരിക്കും. അള്ളാഹു എന്ത് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എടുത്ത് നോക്കിക്കോളും. എല്ലാം ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. കാലമെന്ന് പറഞ്ഞാൽ ഈ കാലത്തിലാണ് മിൻ ഇഖ്തിലാഫിൽ അഹ്വാൽ, വ്യത്യസ്തമായ പല ഹാലുകളും പല അവസ്ഥകളും മനുഷ്യനുണ്ടാകുന്നത് ഈ അള്ളാഹു പഠിച്ച ഈ കാലത്തിലാണ്. വതഖല്ലുബാത്തിൽ ഉമൂർ, കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത്, ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ കാലം സാക്ഷിയാണ്. ഇതൊക്കെ കാലം ഇതിന് സാക്ഷിയാണ്. വമുദാബലത്തുൽ അയ്യാമി ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുക. നമ്മളും ജീവിക്കുന്നുണ്ട് ഇങ്ങനെ 24 മണിക്കൂറുള്ള ദിവസത്തിൽ. നമുക്ക് നമ്മുടെ മുൻഗാമികൾ ഇതുപോലെ പകല് കണ്ടിട്ടുണ്ട്, ഉച്ച കണ്ടിട്ടുണ്ട്, വൈകുന്നേരം കണ്ടിട്ടുണ്ട്, അല്ലേ?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു ആകാശഭൂമികളെ പടച്ച അന്നു മുതൽ കാലത്തിന്റെ എണ്ണം മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 12. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. അതിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ടതാണ്. അല്ലാഹു ഇത് പറയാൻ ഒരു സാഹചര്യം കൂടി ഉണ്ട്. മുശ്രിക്കുകൾക്ക് ഒരു പതിവുണ്ടായിരുന്നു, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാരണം 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതിൽ യുദ്ധം പാടില്ല. പക്ഷെ മുശ്രിക്കുകൾ എന്ത് ചെയ്യും? അവർക്ക് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ യുദ്ധത്തിന് മുട്ടിവെക്കുമ്പോൾ പറയും എന്നാൽ പിന്നെ നമുക്ക് പിന്നെ പവിത്ര മാസം ഈ മാസം വേണ്ട, അടുത്ത മാസം ആയിക്കളെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറ്റിക്കളയും. അപ്പോൾ ഒരു വർഷം 12 കൂടുതലുണ്ടാവില്ലേ, സൗകര്യത്തിന് കൂട്ടും. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ആ ആയത്തിറക്കാനുള്ള ഒരു പശ്ചാത്തലം വന്നാൽ അവിടെ തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ യുദല്ലു ബിഹിൽ ലദീന കഫറു. അതിന് നസീ എന്നാണ് പേര്. കാലം ഇങ്ങനെ ഇത് മാസങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക എന്നുള്ളത്, അത് കുഫറാണ് വർദ്ധിപ്പിക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു പഠിച്ചത് 12 മാസങ്ങളാണ്. അള്ളാഹു ആകാശഭൂമികളെ പഠിച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 12 ആണ്. ഇനി അത് മുൻഗാമികൾ ജീവിച്ചതുപോലെ നമ്മളും ഈ കാലത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ وغير ذلك مما هو مشاهد في الحاضر ومتحدث عنه في الغائب. നമ്മൾ ഉണ്ടായിരിക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ഇല്ലാതെ നടന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമല്ലോ, ഇന്നലെ അങ്ങനെ നടന്നു, എന്നാന്ന് ഇങ്ങനെ നടന്നു, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളും നമ്മൾ നേരിട്ട് പങ്കെടുത്തുക, ഇതൊക്കെ നടക്കുന്നത് എന്തിലാണ്? കാലത്തിലൂടെയാണ്. കാലം എന്ന സംഗതി ഇല്ലാതെ നടക്കുന്നില്ല. അള്ളാഹ്ക്ക് കാലം ബാധകമാണോ? അല്ല, അള്ളാഹ്ക്ക് ബാധകമല്ല. മുമ്പ്, ശേഷം, ഇന്നലെ, ഇന്ന് നമുക്കാണ് ബാധകം, അള്ളാഹ്ക്ക് ബാധകമല്ല. അള്ളാഹു അതിനെ പടച്ചവനാണ്. അതുപോലെ ഫൽഅസ്ർ ഹുവ الزمان الذي يعيشه الخلق. അപ്പോൾ അസ്ർ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ജീവിക്കുന്ന സമാനിനാണ് അസ്ർ എന്ന് പറയുന്നത്. വതഖ്തലിഫു ഔഖാതുഹു ഷിദ്ദ വറഖാ. നോക്കൂ, കാലത്തിലുള്ള ഈ സമയങ്ങൾ അതിങ്ങനെ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഷിദ്ദത്തായിരിക്കും, നമുക്ക് പ്രയാസമുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ റഖ, നല്ല സുഖസുന്ദരമായി സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾ പോകുന്ന കാലം. കാലമെല്ലാം ഒരുപോലെയാണ്, നമ്മളെ അവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വഹർബം സിൽമൻ, ചിലപ്പോൾ എന്താവും? യുദ്ധം ഉണ്ടാവും, ചിലപ്പോൾ സമാധാനമായിരിക്കും. അതുപോലെ വസിഹ വമറദ, ആരോഗ്യമില്ലാത്ത രോഗം വന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. കാലത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ കടന്നു പോകുന്നു. അത് നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആരോഗ്യം ഉണ്ടാകും, ചിലപ്പോൾ രോഗത്തിലായിരിക്കും. വഅമലൻ സാലിഹൻ വഅമലൻ സയ്യിഅ, മോശം പ്രവൃത്തി ചെയ്യുന്ന കാലം ഉണ്ടാവും, നല്ല പ്രവൃത്തി ചെയ്യുന്ന കാലം ഉണ്ടാവും. ഇല ഗൈരി ദാലിക മിമ്മാ ഹുവ മഅലൂമുൻ ലിൽ ജമീഅ, എല്ലാവർക്കും അറിയുന്ന ഇതും ഇതുപോലുള്ളതല്ലാത്തതുമായ കാര്യങ്ങൾ. അഖ്സമല്ലാഹു ബിഹി, അല്ലാഹു ഇതൊക്കെ നടക്കുന്ന കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. അലാ ഖൗലിഹി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എന്നിട്ട് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത് എന്താണ്? തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. വൽ ഇൻസാനു ഹുന ആം, വൽ ഇൻസാനു ഹുന ആമുൻ, ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞത് ആം ആയിട്ടാണ്. അതൊരു ഖാഇദയാണ്, ഒരു അടിസ്ഥാന തത്വമാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. 49 വരികളാണ് ഇതിലുള്ളത്. അതിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ഖവായിദുകൾ വിവരിച്ചിട്ടുണ്ട്. അൽ എന്ന് ഏകവചനത്തെ പ്രയോഗിച്ചാൽ അവിടെ ആം ആയിരിക്കും അർത്ഥം, ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, പിന്നെ എല്ലാ ആ വർഗം ആണ് സൂചിപ്പിക്കുന്നത്. വൽ ഇൻസാനു ഹുന ആം, വൽ ഇൻസാനു ഹുന ആം لأن المراد به الجنس، لأن المراد به الجنس. ഇവിടെ ഉദ്ദേശം ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗമാണ്. وعلامة الإنسان الذي يراد به العموم أن يحل محل ال كلمة كل الإنسان എന്ന് പറയുന്നത് പോലെയാണ് അൽ ഇൻസാൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, എല്ലാ മനുഷ്യനും എന്നർത്ഥം. ഇനി ഇൻസാൻ എന്നുള്ള വാക്ക് അതെവിടുന്നാണ്? الذي يأنس بعضه بعضا,
അങ്ങോട്ടും ഇങ്ങോട്ടും അനസ് എന്ന് പേര് കേട്ടിട്ടില്ല. എന്താണത്? ഇണക്കം അല്ലെ, പരസ്പരം ഇണങ്ങി ജീവിക്കുന്നത് എന്നാണ് ഇൻസാൻ. എന്ന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു ഇണക്കത്തിലൊരു കൂട്ടായി ആരെങ്കിലും കൂട്ടുചേരുന്നവൻ എന്നാണ് ഇൻസാന്റെ അർത്ഥം തന്നെ. മനസ്സിലായല്ലോ? ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൂട്ടുചേരുന്ന. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇല്ലാതെ ഒരു മനുഷ്യന് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ ഒരു കമ്പനിയായി ഇങ്ങനെ വേണം. ഇൻസാൻ എന്നാണ്, അതിൽ നിന്നാണ് ഇൻസാൻ അവന്റെ ആ സ്വഭാവം കാണിക്കുന്ന, അവന്റെ അനസ് എന്ന സ്വഭാവം കാണിക്കുന്ന, അതുകൊണ്ടാണ് ഇൻസാൻ എന്ന് പറയുന്നത്. ഈ ജിന്നെന്ന് പറഞ്ഞാലോ, ആ പദത്തിന്റെ അർത്ഥം പൊതുവെ കാണാത്തത് എന്നതിനാണ് ഉപയോഗിക്കുക, ജിൻ. അതുപോലെ ജന്ന, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് കാണാത്തത്. അതിലാണ് ജീനും നൂനും ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അധികം. വേറെ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ ഇപ്പം മറന്നുപോയതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ തന്നെ കിതാബ് തൗഹീദിന്റെ അദ്ദേഹത്തിന്റെ ഷറഹിൽ അങ്ങനെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പൊതുവെ കണ്ണു കാണാത്തത് എന്ന അർത്ഥത്തിലാണ് ജിന്ന് എന്ന വാക്കുണ്ടായിട്ടുള്ളത്. വല്ലാഹു അഅലം. കുല്ലു ഇൻസാൻ ഫീ ഖുസ്ർ لكان هذا هو المعنى. ومعنى الآية الكريمة أن الله أقسم قسما على حال الإنسان أنه في خسر، أي في خسران ونقصان في كل أحواله في الدنيا وفي الآخرة. മനുഷ്യൻ നഷ്ടത്തിലാണ്, അവൻ പരാജിതനാണ്. അവന്റെ എല്ലാ അവസ്ഥയിലും, ദീനിലും ദുനിയാവിലും ആഖിറത്തിലും എല്ലാം. ഇല്ലാ മൻ ഇസ്തസ്ന അല്ലാഹു അസ്സ വജൽ. അള്ളാഹു ഇവിടെ ഇസ്തിസ്ന ചെയ്തു പറഞ്ഞ് ഒഴിവാക്കി പറഞ്ഞവരൊഴികെ. വഹാദിഹിൽ ജുംല മുഅക്കദ ബിസലാസി മുഅക്കദാത്ത്, ബിസലാസി മുഅക്കിദാത്ത്. ഷെയ്ഖ് പറയുന്നു, ഈ ഒരു വാക്കുണ്ടല്ലോ, മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് അള്ളാഹു പ്രസ്താവിച്ച ഈ കാര്യം 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു തഅക്കീദ് ചെയ്തു പറഞ്ഞിരിക്കുന്നു, ഉറപ്പിച്ചിരിക്കുന്നു. അൽ അവൽ, ഒന്നാമത്തേത് ഏതാ? അൽ ഖസം, ആ സത്യം ഉണ്ടല്ലോ, സത്യം ചെയ്തു അള്ളാഹു. അൽ അസ്ർ, കാലം തന്നെ സത്യം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വസാനി, രണ്ടാമത്തേതാ? ഇന്ന, ഇന്ന എന്ന് പറഞ്ഞു. ഇന്ന എന്താ? തീർച്ചയായും. മൂന്നാമത്തേതാ? ല എന്ന് പറഞ്ഞത്. ല ഫീ ഖുസ്ർ, ഫീ ഖുസ്ർ എന്നല്ല പറഞ്ഞത്, പിന്നെ ല ഫീ ഖുസ്ർ. ല എന്ന് നീട്ടിയിട്ടല്ല, ല എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പിച്ചു പറയാം. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നതുപോലെ തീർച്ചയായും ശിർക്ക് വലിയ അക്രമം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ. അതാണ് ഇന്നയും ല രണ്ടും ഉപയോഗിച്ചു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ തന്റെ റബ്ബിനോട്, തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. തീർച്ചയായും അവൻ അതിന് സാക്ഷി തന്നെയാണ്. തീർച്ചയായും പണത്തോട് അവന്റെ ആർത്തി കടുത്തത് തന്നെയാണ്. അവിടെയൊക്കെ അള്ളാഹു ഈ തഅക്കീദ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സത്യം ചെയ്യലുണ്ടായിട്ടുണ്ട്. വല്ല ആദിയാത്ത് എന്ന് സത്യം ചെയ്തിട്ടാണല്ലോ പറയുന്നത്. വല്ല ആദിയാത്ത് എന്ന് സത്യം ചെയ്തിട്ടാണ് പറയുന്നത്. എന്നതുപോലെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മാത്രമല്ല وأتى بقوله لفي خسر ليكون أبلغ من قوله لخاسر. മനുഷ്യനെല്ലാം ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ലഖാസിർ എന്ന് പറയാം. മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയവൻ തന്നെയാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി അബുലകാണ്, കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞതാണ് ലഫീ ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണെന്ന് പറഞ്ഞത്. അവൻ നഷ്ടപ്പെട്ടു പോയവൻ എന്നല്ല പറഞ്ഞത്, പിന്നെയോ അവൻ നഷ്ടത്തിലാണ്. അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? وذلك أن في للظرفية فكأن الإنسان منغمس في خسر. മനുഷ്യൻ അവൻ നഷ്ടത്തിൽ മൂക്കൂത്തി വീണവനെ പോലെ, മുങ്ങിയവനെ പോലെ എന്ന് സൂചിപ്പിക്കാനാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അൽ ഖുസ്റാൻ മുഹീത്തും ബിഹി മിൻ കുല്ലി ജാനിബ്. എല്ലാ അവസ്ഥയിലും എല്ലാ നിലക്കും അവനെ നഷ്ടം വലഞ്ഞിരിക്കുന്നു. ഖുർആനിൽ സൂറത്തു ജുമറിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ ഖുൽ ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. എത്ര തവണ അല്ലാഹു ആവർത്തിച്ചു നഷ്ടം? ഖുൽ, പറയുക, ഇന്നൽ ഖാസിരീൻ, തീർച്ചയായും നഷ്ടപ്പെട്ടു പോയവരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ? അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ.
ഖിയാമത്ത് നാളിൽ സ്വന്തം നഫ്സും സ്വന്തം കുടുംബത്തെയും എല്ലാം നഷ്ടപ്പെട്ടവരാണ് യഥാർത്ഥ നഷ്ടപ്പെട്ടു പോയ ആളുകൾ. അല അറിയണം, ذلك هو الخسران المبين, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു, إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر استثنى الله سبحانه وتعالى هؤلاء المتصفين بهذه الصفات الأربع. ഈ 4 ഗുണങ്ങളുള്ള ആളുകൾ അള്ളാഹു ഒഴിവാക്കി പറഞ്ഞു. അസിഫത്തുൽ ഊല, ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ സിഫത്ത് എന്താ? ആമനു, അതായത് ഈമാനുള്ള ആളുകൾ. അൽ ഈമാൻ അല്ലദീ ലാ യുഖാലിജുഹു ശക്കുൻ വലാ തറദ്ദുദുൻ ബിമാ ബയ്യനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനത്തെ ഈമാനാണ്? ശക്കില്ലാത്ത ഈമാൻ, സംശയമില്ലാത്ത ഈമാൻ, തറദ്ദുദില്ലാത്ത ഈമാൻ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് തറദ്ദുദ്, അതില്ലാത്ത ഈമാൻ. മുനാഫിഖുകളുടെ ഈമാൻ എങ്ങനെയായിരിക്കും? മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ. മുദബ്ദബീന ബൈന ദാലിക്, ആ വാക്ക് കേട്ടാൽ തന്നെ അറിയില്ല ഖുർആന്റെ അറബിയുടെ പ്രത്യേകത. മുദബ്ദബീന ബൈന, അതിന്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുന്ന വഴുതി കളിക്കുന്ന ആളുകളാണ്. ലാ ഇലാഹ ഉലാ അങ്ങോട്ടില്ല, വലാ ഇലാഹ ഉലാ ഇങ്ങോട്ടില്ല. കാഫിറുകളുടെ കൂട്ടത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അതിന്റെ ഇടയിലാണ് അവരുള്ളത് എന്ന് പറഞ്ഞതുപോലെ ആവാൻ പാടില്ല. ശക്കില്ലാത്ത കറകളന്ന ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രസിദ്ധമായ ഹദീസ് ജിബ്രീലിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഈമാൻ കാര്യങ്ങൾ, അർക്കാനുൽ ഈമാൻ. എന്താണ് ഈമാൻ? അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഖദർ പറയുമ്പോൾ വതുഅ്മിൻ എന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പല റിവായത്തുകളിലും കാണാം. അല്ലാഹുവിലും അല്ലാഹുവിന്റെ മലക്കുകളിലും അല്ലാഹുവിന്റെ കിതാബുകളിലും അല്ലാഹുവിന്റെ റസൂലുകളിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കലാണ്. അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കലാണ്, അതിലെ ഖൈറിലും ഷർറിലും. മനസ്സിലായല്ലോ? ഈ ഹദീസ് ജിബ്രീലിന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി കൊടുത്തിട്ടുള്ള വിശദീകരണം വായിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ വന്ന വഴി പോലും പറയുന്നു. അള്ളാഹു മലക്കിന് കൊടുക്കും കിതാബ് റസൂലിന്, അങ്ങനെ ആണ് അതിന്റെ തർത്തീബ് എന്ന് പോലും വിശദീകരിച്ചു. ഒരുപാട് വിശദീകരിക്കാനുള്ള ഹദീസാണത്. ഷേഖ് തന്നെ പറയുന്നു, അശ്ശറഹു ഹാദൽ ഹദീസ് യതൂൽ. ഇതിന്റെ വിശദീകരണം ഒരുപാട് പറയാറുണ്ട്, അതിന് പ്രത്യേകം ഇതുപോലെ ക്ലാസ്സുകൾ വെക്കേണ്ടി വരും. وتكلمنا عليه في مواطن كثيرة. ഒരുപാട് സന്ദർഭങ്ങളിൽ അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ നമുക്കത് പറയണം. ഹദീസ് ജിബ്രീൽ അതിന്റെ പ്രത്യേക ക്ലാസ് വേണം. فالذين آمنوا بهذه الأصول الستة هم المؤمنون. ഈ 6 അടിസ്ഥാനങ്ങളിൽ 6 ഈമാൻ കാര്യങ്ങൾ വിശ്വസിച്ചവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. ഈ 6 ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചാൽ എന്ത് വേണം? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം. അല്ലാതെ പിന്നെ അങ്ങനെ റസൂലിനെ വിശ്വസിച്ചവനാകും. റസൂൽ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം വിശ്വസിക്കണം. തസ്ദീഖുഹു ഫീമാ അഖ്ബർ എന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അതിന്റെ ഷർത്തായി പറയപ്പെട്ടിട്ടുള്ളതാണ്. നബി കൊണ്ടുവന്ന, നബി അറിയിച്ചു തന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയണം. ولكن يجب أن يكون إيمانا لا شك معه ولا تردد، بمعنى أنك تؤمن بهذه الأشياء وكأنك تراها رأي العين. ഇതെങ്ങനെ വിശ്വസിക്കണം? നീ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഈ പറയപ്പെട്ട ഈമാൻ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. والناس في هذا المقام 3 أقسام. ഈ വിഷയത്തിൽ ജനങ്ങൾ 3 തരക്കാരാണ്. القسم الأول, ഒന്ന് മുഅ്മിൻ ഖാലിസുൽ ഈമാൻ, ഈമാൻ ലാ ശക്ക ഫീഹി വലാ തറദ്ദുദ്, കറകളെന്ന ഈമാനുള്ള മുഅ്മിൻ, അവന്റെ ഈമാനിൽ സംശയമില്ല, ഈ വഴുതിക്കളിയില്ല. القسم الثاني, രണ്ടാമത്തെ എന്താണ്? കാഫിറുൻ ജാഹിദുൻ മുൻകിർ, എല്ലാം നിഷേധിക്കുന്ന കാഫിർ. 3 മുതറദ്ദിദ്. മുതറദ്ദിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടല്ലാത്ത എന്തായിരിക്കും? സംശയമാണ്. ഉണ്ടാവോ ഇല്ലേ? والناجي من هؤلاء القسم الأول,
ഈ മൂന്നിൽ രക്ഷപ്പെടുന്നത് ആര് മാത്രമാണ്? ഒന്നാമത്തതാണ് الذي يؤمن إيمانا لا تردد فيه يؤمن بوجود الله وربوبيته وألوهيته وبأسمائه وصفاته عز وجل. الله عند ربوبية الألوهية الأسماء والصفات المكة വിശ്വസിക്കുന്നു. ഷേഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ ഞാൻ വായിക്കുന്നില്ല. ഇതിൽ പറയാത്തൊരു കാര്യം ഷേഖ് ആദ്യം തന്നെ പറഞ്ഞു. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം എന്ത് വേണം? ഇൽമു വേണം. ഈമാൻ വേണമെങ്കിൽ എന്ത് വേണം? ഇൽമു വേണം. എന്നാലേ അറിയാൻ പറ്റൂ. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതിന്റെ മുന്നേ വേണം. അള്ളാഹിനെ കുറിച്ച് അറിയാത്തവൻ അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത, നബി പറഞ്ഞത് എന്താണെന്ന് അറിയാത്തവന് വിശ്വസിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റുബൂബിയ, അള്ളാഹു റബ്ബ്, അള്ളാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിക്കണം. ഞാൻ അള്ളാഹുവിന്റെ ആബ്ദാണെന്ന് വിശ്വസിക്കണം. ദുആഉൽ ഇസ്തിഗ്ഫാർ എന്താ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك. ഞാൻ നിന്റെ അബ്ദാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അത് മഹത്തായ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ അബ്ദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ അടിമ എന്ന് പറഞ്ഞ മഹത്തായ സ്ഥാനമാണത്. അതുകൊണ്ടാണ് വലിയ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അള്ളാഹ് വിശേഷിപ്പിച്ചത് എന്താണ്? അബ്ദാണെന്നാണ്. മഹത്തായ കാര്യങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. വലാകിൻ ഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ പറയുക അബ്ദുല്ലാഹി വറസൂൽ, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുക. അതാണ് ഏറ്റവും മഹത്വമുള്ള സ്ഥാനം, അള്ളാഹുവിന്റെ അബ്ദ്. ആ ഉബൂദിയത്തിൽ നിൽക്കുക എന്നുള്ളത്. നമുക്ക് ഖുർആനിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ, ഒന്ന് ഖുർആൻ കൊടുത്തു, ലോകർക്ക് മുഴുവൻ താക്കീത് ചെയ്യുന്ന നബിയാക്കി എന്ന് പറഞ്ഞെടുത്തു. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. സൂറത്തുൽ ഫുർഖാൻ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തന്റെ അടിമക്ക് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹു തബാറക്, അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ലിയകൂന ലിൽആലമീന നദീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലമീനിന് എല്ലാവർക്കും താക്കീത് ചെയ്യുന്ന ആളാകുവാൻ വേണ്ടി. ഇനി ഈ ഖുർആൻ വളർന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നാം നമ്മുടെ അബ്ദിനെ ഇറക്കി കൊടുത്തതിൽ സംശയമുണ്ടെങ്കിൽ ഇതുപോലൊരു സൂറത്ത് കൊണ്ടുപോകാം. അവിടെ വലിയ വെല്ലുവിളിയാണത്, ഖിയാമത്ത് നാൾ വരെയുള്ള വെല്ലുവിളി, ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത വെല്ലുവിളി. അത് പറഞ്ഞപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്? അബ്ദ, അൽ അബ്ദ, നമ്മുടെ അബ്ദാൻ എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ നോക്കി ഇസ്രാഈന്റെ സന്ദർഭം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. സൂറത്തുൽ ഇസ്രാ തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അബ്ദിനെ രാപ്രയാണം നടത്തിച്ച അള്ളാഹു, രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒറ്റ രാത്രി മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിപ്പിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അവിടെ അബ്ദ് എന്ന് പറഞ്ഞു. ഇസ്റാ എന്ന് പറഞ്ഞാൽ വലിയ മുഅ്ജിസത്തിൽ പെട്ട ഒരു മുഅ്ജിസത്താണ് ഇസ്റാ വൽ മിഅ്റാജ്. അത് പറയുമ്പോൾ അബ്ദ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദ് എന്ന് വിളിച്ച സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടല്ലോ. എന്താണ്? മലിക്കായ റസൂൽ, അതുപോലെ ആബിദായ റസൂൽ. രാജാവായ നബി ആവണോ, അതല്ല ഒരു ആബിദായ റസൂലാകണോ? ഒരു മലക്കൊന്ന് ചോദിക്കണം. അപ്പൊ ജിബ്രീൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തവാള, വിനയം കാണിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആബ്ദ റസൂല. അങ്ങനത്തെ നബിയായ മതി, അബ്ദായ സാധുവായ അടിമയായ റസൂലായ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലിക്കായ റസൂലാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അധികാരമുള്ള മലിക്കായ റസൂലാക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്താണ് തെരഞ്ഞെടുത്തത്? അബ്ദായ റസൂൽ. ഈ ഹദീസ് പറഞ്ഞത്, ഈ ഹദീസിൽ കാണാം അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ ചാരിയിരിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഒരു അടിമ ഭക്ഷണം കഴിക്കും പോലെ, ഒരു സാധു ഇരുന്ന് തിന്നുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നു.
കാരണം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്നത്. മുൻഗാമികൾ പറയുന്നു, സഹാബത്ത് പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കയറിയാൽ കൈ ഇങ്ങനെ നിർത്തിയാൽ എവിടെ തൊടാം? മേൽക്കൂരിങ്ങനെ തൊടാൻ പറ്റുമോ? അത്രയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മദീനയിലേക്ക് വന്നിട്ട് ഇന്ന് വരെ 2 നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഭക്ഷണം പാകം ചെയ്തിട്ടില്ല. 1 നേരം ഭക്ഷണമാണെങ്കിൽ 1 നേരം കാരക്കയും വെള്ളമായിരിക്കും. മാസങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കാണുന്നു, ഹിലാല് കാണുന്നു, അടുത്ത ഹിലാല് കാണുന്നു, അടുത്ത ഹിലാല് കാണുന്നു, അടുപ്പ് പുകയാതെ. എന്നാര് പറഞ്ഞു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബികളായി പണക്കാരായ വലിയ വലിയ ആളുകളില്ലേ, നബിക്ക് കിട്ടാനാണോ? അല്ല, മനസ്സിലായോ? നബി അങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചത്. ആരോട് ചോദിക്കും? അള്ളാഹുവിനോട് മാത്രം ചോദിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫഖറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാറുണ്ടായിരുന്നു. മനസ്സിലല്ലോ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടാറുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു. അത് വലിയ ആശ്വാസമാണ് മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം. ഖിയാമത്ത് നാൾ വരെ എന്ത് പ്രയാസം വന്നാലും അത് വലിയ ആശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ജീവിച്ചത് അത് ചിന്തിച്ചു നോക്കിയാൽ മതിയാകും. ഷേഖ് പറയുന്നു, വയുമിൻ ബിൽ മലായിക, അതുപോലെ എന്ത് വിശ്വസിക്കണം? മലക്കുകളിൽ വിശ്വസിക്കണം. ബഹു ആലമുൻ ഗൈബിയുൻ ഖലഖഹുമുല്ലാഹു തആല മിൻ നൂർ, അവരുടെ ലോകം നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അള്ളാഹു അവരെ പ്രകാശം കൊണ്ട് പടച്ചു. മലക്കുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഈ ലോകം മുഴുവൻ മലക്കുകളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഷേഖ് അത് പറയും. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. കാര്യങ്ങൾ അള്ളാഹു നടപ്പിലാക്കുന്നത് ആര് മുഖേനയാണ്? മലക്കുകൾ മുഖേനയാണ്. എന്താവട്ടെ, എന്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാം وكلفهم بأعمال منها ما هو معلوم ومنها ما ليس بمعلوم. അവരെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട്, അറിയാത്ത കാര്യങ്ങളുണ്ട്. فجبريل عليه الصلاة والسلام مكلف بالوحي ينزل به من عند الله إلى الأنبياء والرسل. ജിബ്രീലിന്റെ ജോലി എന്താണ്? അള്ളാഹു ഏൽപ്പിച്ച എന്താണ്? വഹയുമായി, അള്ളാഹുവിന്റെ വഹയുമായി അമ്പിയാക്കളുടെ അടുത്ത് റസൂലിന്റെ അടുത്ത് വരിക. വമീകായിൽ മുകല്ലഫുൻ ബിൽ ഖതരി വൻ നബാത്ത്, മീകായിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് മഴയും അതുപോലെ സസ്യങ്ങൾ മുളപ്പിക്കലുമാണ്. യഅനി വക്കലഹു അല്ലാഹു അലൽ മതർ വകുല്ലി മാ യതഅല്ലഖു ബിൽ മതർ വഅല നബാത്ത്, മഴയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ സസ്യങ്ങളുടെ കാര്യവും. ഇസ്റാഫീൽ എന്താണ്? മുവക്കലും ബിൻ നഫ്ഖി ബിസ്സൂർ, ഇതാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. കാഹളത്തിലൂതാ, കാഹളം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അർശിലേക്ക് നോക്കിയിട്ട്, കണ്ണ് തെറ്റുന്നില്ല അന്ന് മുതൽ ഇന്ന് വരെ. അതുപോലെ എങ്ങനെയാണ്? നെറ്റി കൂർപ്പിച്ചുകൊണ്ട്, മുഖം തല ചെരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ അൻഅം വഖദ് ഇൽതഖമ സാഹിബുൽ ഖർൻ അൽ ഖർൻ വഹനാ ജബഹതഹു വഅസ്ഗാ സമഅഹു യൻതദിറു അൻ യഅമുറ ഫയൻഫുഖ് യൻതദിറു അൻ യഅമുർ അൻ യൻഫഖ് ഫയൻഫുഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കൈഫ അൻഅം, ഞാനെങ്ങനെ സുഖലോലുപനായി ജീവിക്കാനാണ്. വഖദ് ഇൽതഖമ സാഹിബുൽ ഖർനി അൽ ഖർൻ, കാഹളത്തിന്റെ മലക്ക് ആ കാഹളവും പിടിച്ച്, അതുപോലെ വഹനാ ജബ്ഹതഹു, നെറ്റി ചെരിച്ച്, വഅസ്ഗാ സമഅഹു, കാതു കൂർപ്പിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന, ഊതാനുള്ള കൽപ്പന കിട്ടാൻ വേണ്ടി കാത്തിരിക്കെ, കിട്ടിയാൽ അപ്പൊ ഊതാൻ കാത്തിരിക്കെ ഞാനെങ്ങനെയാണ്? കൈഫ അൻഅം, ഞാനെങ്ങനെ സുഖിച്ച് ജീവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതുപോലെ ആ മലക്ക് കണ്ണ് അള്ളാഹുവിന്റെ അർശിൽ നിന്ന് തെറ്റിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? അള്ളാഹിന്റെ കൽപ്പന കിട്ടി അങ്ങോട്ടേക്ക് നോക്കുന്ന നേരം വൈകിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഊതാൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഈ 3 മലക്കുകൾ, ഈ മലക്കുകൾക്ക് കൂടുതൽ പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകളിൽ ഈ 3 മലക്കുകളുടെ റുബൂബിയത്ത് എടുത്തു പറയാൻ ഞാൻ മുമ്പ് പറഞ്ഞാണ് തോന്നുന്നു, അല്ല? രാവിലെയുള്ള തഹജ്ജുദിന്റെ പ്രാർത്ഥനയിൽ. മാലിക് എന്ന മലക്ക് മുവക്കലും ബിന്നാർ, എന്താണ് ഏൽപ്പിക്കപ്പെട്ടത്? നരകത്തിന്റെ മലക്കാണ്. ഖുർആനിലുള്ളതാണല്ലോ. ഈ കാഫിറുകൾ പറയും, യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക് ഖാല ഇന്നകും മാകിസൂൻ, മാലികേ നിന്റെ റബ്ബിനോടൊന്ന് പറയൂ ഞങ്ങളൊന്ന് മരിപ്പിച്ചു തരാൻ.
അപ്പൊ മാലിക്കിന്റെ മറുപടി എന്താണ്? ഇന്നക്കും മാക്കിസൂൻ, നിങ്ങളവിടെ കഴിയേണ്ടവരാണ്. ഈ ചോദ്യവും മറുപടിയും തമ്മിൽ കാലങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. ഇവരിങ്ങനെ മാലിക്കിനോട് പറയും, മാലിക്കൊന്നും ഉണ്ടല്ല, ഇവരിങ്ങനെ കാത്തു എത്രയോ കാലങ്ങളോട്, എന്നിട്ടാണ് മാലിക്കിന്റെ മറുപടി ഇന്നക്കും മാക്കിസൂൻ എന്ന് മുഫസ്സിറുകൾ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വരിളുവാൻ മുവക്കൽ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, മലക്കാരാണ് റിദ്വാൻ. ومن الملائكة من لا نعلم أسماءهم ولا نعمل أعمالهم أيضا. അതുപോലെ നമുക്ക് പേരോ അള്ളാഹു ഏൽപ്പിച്ച ജോലിയോ അറിയാത്ത മലക്കുകളുണ്ട്. ഇതിൽ പെടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ വേറെ മലക്കുകളുണ്ട്. മുൻകർ, നക്കീർ, ഖബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകൾ. لكن جاء في الحديث عن النبي صلى الله عليه وعلى آله وسلم, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, أنه ما من موضع 4 أصابع في السماء إلا وفيه ملك قائم لله أو راكع أو ساجد. ഈ ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ അത് അള്ളാഹുവിന് റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി നിൽക്കുന്ന ഒരു മലക്ക് ഉണ്ടായിരിക്കും. ആകാശത്ത് മുഴുവൻ മലക്കുകളാണ്. അവരുടെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, അതാണ് മലക്കുകളുടെ എണ്ണം. അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ അള്ളാഹു വിളിച്ചു പറയുന്നല്ലേ ജിബ്രീലിനോട്, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്, ഇന്നി അഹ്ബബ്തു ഫുലാനൻ ഫഅഹിബ്ബഹ്, ഞാൻ ഒരാളെ സ്നേഹിച്ചിരിക്കും, അതുകൊണ്ട് നീ അവനെ സ്നേഹിക്കുക. ഔ കമാ ഖാൽ. അപ്പോൾ ജിബ്രീൽ ആകാശലോകത്തിലെ മുഴുവൻ ആളുകളോട് വിളിച്ചു പറയും, യാ അഹ്ലസ് സമാ ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബൂഹ്, നിങ്ങൾ അള്ളാഹു ഒരുവനെ സ്നേഹിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെ സ്നേഹിക്കുക. അപ്പോൾ അവരെല്ലാവരും സ്നേഹിക്കും. പിന്നെ ഭൂമിയിൽ ആര് ഏത് ചവറ് വെറുത്താലെന്താ അല്ലേ? അള്ളാഹു സ്നേഹിച്ചാൽ, ഇത്രയും കോടാനുകോടി മലക്കുകൾ സ്നേഹിച്ചാൽ, സുബ്ഹാനല്ലാഹ്. كذلك نؤمن بالكتب التي أنزلها الله على الرسل عليهم الصلاة والسلام ونؤمن بالرسل الذين قصهم الله علينا نؤمن بهم بأعيانهم. الله പറഞ്ഞിട്ടുള്ള അവന്റെ കിതാബുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു. തൗറാത്ത്, ഇൻജീൽ, സബൂർ, സുഹുഫ് ഇബ്രാഹീം വ മൂസ, അവർക്ക് കിട്ടിയ സുഹഫുകൾ, അതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു ഇറക്കി കൊടുത്തതിലൊക്കെ, അള്ളാഹു ഇറക്കി കൊടുത്തതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു, പേരറിയുന്നതിലും പേരറിയാത്തതിലും. പക്ഷെ അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി അതിൻ്റെ മുഹൈമിനായ, അതിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ നബിമാരിൽ പേര് പറഞ്ഞിട്ടുള്ളവരിൽ, ആ വ്യക്തികളിൽ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. പേര് പറയാത്തവരിൽ അങ്ങനെയും വിശ്വസിക്കുന്നു. അവരൊക്കെ അള്ളാഹു ബാക്കിയുള്ള നബിമാരിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹ് പറയാത്തത് പിന്നെ നമ്മൾ പേര് പറയാൻ പാടുണ്ടോ? ശ്രീകൃഷ്ണനും ശ്രീരാമനും നബിമാരാണെന്നാണ് കാദ്യാനികൾ പറയുന്നത്. അവരെ നബിമാരായിരിക്കും. ഇയാളെ പോലെ, മിർസ ഗുലാമിനെ പോലെ നമ്മൾ പറയാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹു പറയാത്തത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറയാൻ പാടില്ല. ഒരാളെ പേര് പറഞ്ഞ നബിയാണെന്ന് പറയാൻ പാടില്ല. അതുപോലെ വല്ലദീന ലം യഖുസ്സഹും അലൈനാ നുഅ്മിൻ ബിഹിം ഇജ്മാല, അള്ളാഹു കഥ പറഞ്ഞു തരാത്ത, ചരിത്രം പറഞ്ഞു തരാത്ത നബിമാരെ കുറിച്ച്, അങ്ങനെയുള്ള നബിമാരെ നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇജ്മാലായി പൊതുവായി നമ്മൾ വിശ്വസിക്കുന്നു. لأن الله لم يقص علينا جميع أنباء الرسل, എല്ലാ നബിമാരെയും കുറിച്ച് അവരുടെ എല്ലാ കഥകളും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മിൻഹും മൻ ഖസസ്നാ അലൈക് വമിൻഹും മൻ ലം നഖ്സുസ് അലൈക്. സൂറത്ത് ഗാഫിറിലെ ആയത്താണ്, 78ാമത്തെ ആയത്ത്. നബിമാരുണ്ട്, നിനക്ക് മുമ്പ് നാം നബിമാരെ അയച്ചിട്ടുണ്ട്. വലഖദ് അർസൽനാ റസുലൻ മിൻ ഖബ്ലിക മിൻഹും മൻ ഖസസ്നാ അലൈക് വമിൻഹും മൻ ലം നഖ്സുസ് അലൈക്. അവരിൽ അവരുടെ കഥ നാം പറഞ്ഞു തന്നവരുണ്ട്, പറഞ്ഞു തരാത്തവരുണ്ട്. വൽയൗമുൽ ആഖിർ ഹുവ യൗമുൽ ബഅസ്, അതുപോലെ ഖിയാമത്ത് നാൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന. യൗമ യഖ്റുജുൻ നാസു മിൻ ഖുബൂരിഹിം ലിൽ ജസാഇ ഹുഫാതൻ ഉറാതൻ ഗുർലൻ ബുഹ്മൻ. ഖിയാമത്ത് നാളിൽ എല്ലാവരും എണീറ്റ് വരും. എങ്ങനെയാണ്? ഹുഫാതൻ, ഹുഫാത്ത് ചെരുപ്പ് ധരിക്കാത്തവരായി. അതുപോലെ ഉറാതൻ വസ്ത്രം ധരിക്കാത്തവരായി. ഗുർലൻ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി. ബുഹ്മൻ ധനമോ സമ്പത്തോ ഒന്നും ഇല്ലാത്തവരായി, ഒന്നും കയ്യിലില്ലാതെ വെറും കൈയോട്. എങ്ങനെയാണ് വന്നത്? അങ്ങനെ തന്നെ, ഒന്നും കയ്യിലുണ്ടാവുകയില്ല. അങ്ങനെ ഖിയാമത്ത് നാൾ. ഇത്
പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, യാ റസൂലല്ലാഹ് അർരിജാലു വന്നിസാ യൻദുറു ബഅദുഹും ഇലാ ബഅദ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ച സംശയങ്ങളൊക്കെ നോക്കി നിങ്ങൾ, ഇങ്ങനെയുള്ളതായിരിക്കും, നിഷ്കളങ്കമായ സംശയങ്ങളായിരിക്കും. മനസ്സിലായല്ലോ? ഒരിക്കൽ ചോദിച്ച സംശയം എന്താണ് നബിയോട്, നബി ഞങ്ങളുടെ ഭാര്യമാരിൽ ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക? എന്റെ ഭാര്യമാരിൽ ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണ്? നബിയുടെ മറുപടി അതിനേക്കാൾ രസമാണ്. നബി പറയും, നീ അതിലുണ്ട് എന്തായാലും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി. എന്താണ്? നീ അതിലുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ സംശയങ്ങൾ നോക്കുക, അവർ ചോദിച്ച എല്ലാ സംശയങ്ങളും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നിന്ന് നിസ്കരിച്ചപ്പോ എന്താ ചോദിച്ചത്? നബി ഞങ്ങൾ മുൻകഴിഞ്ഞതും വരാൻ പോകുന്ന പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാലിൽ നീരി ഒരുപാട് നിസ്കരിക്കുന്നത്? സ്വാഭാവികമായ സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഇപ്പോൾ ചോദിച്ചു നോക്കുക, നബിയെ സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സംശയങ്ങൾ എങ്ങനെയാണ്? മനസ്സിലായല്ലോ? ഈ ഉമ്മത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ഇൽമുള്ള സ്ത്രീകളെ വേറെ ആരുമില്ലെന്നാണ് ഉലമാക്കൾ, ഇമാം ദഹബിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. റളിയല്ലാഹു അൻഹ, അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അവരെ വിവാഹം ചെയ്ത് കൊടുത്തതിന് ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ഉപകാരങ്ങൾ എത്രയാണ്? ഈ ഉമ്മത്തിന് കിട്ടിയ ഉപകാരങ്ങൾ എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ഖാൽ അൽ അംറു അഅ്ളമു മിൻ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംറു അഅ്ളം മിൻ ദാലിക്, കാര്യം അതിനേക്കാളും എത്രയോ ഗൗരവമാണ്. ഒരാൾക്കും അങ്ങനെയൊന്നും ആ സമയത്ത് തോന്നുകയില്ല. സ്വന്തം നഫ്സിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും ആ സമയത്ത് ഓർമ്മ വരികയില്ല. ഐ മിൻ അൻ യൻദുറ ബഅദുഹും ഇലാ ബഅദ് ലിഅന്ന الناس കുല്ലു മശ്ഗൂലുൻ ബിനഫ്സിഹി, എല്ലാം സ്വന്തം കാര്യത്തെക്കുറിച്ച് അവർക്ക് വേറെ ഒന്നും അവർക്ക് ആലോചിക്കാൻ നേരമില്ല. എന്താണ് പറയുന്നത്? ലികുല്ലി ഇംറിഇൻ മിൻഹും ശഅ്നുൻ യുഗ്നി, വേറെ ഒന്നും നോക്കണ്ടാത്ത നിലക്ക് ആലോചിക്കാൻ അവന് ഒരുപാടുണ്ട്. ദുനിയാവിൽ എന്തെങ്കിലും ചെറിയൊരു പേടി വന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും തോന്നുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റും, മര്യാദക്ക് അള്ളാഹു അനുവദിച്ചെന്ന് എന്തെങ്കിലും ആസ്വദിക്കാൻ, ആസ്വദിക്കാൻ പറ്റുമോ? നിർഭയത്വം ഇല്ലാതായിപ്പോയാൽ, പേടിച്ച് നമ്മൾ രണ്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ അള്ളാഹു അങ്ങനെയുള്ള എല്ലാ ഭയപ്പാടുകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അമ്ന് നീ നിലനിർത്തി തരണമേ. അത് ദുനിയാവിൽ പോലും നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ ഏറ്റവും ആളുകൾ ഭയന്നു പോകുന്ന പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഖാല ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ومن الإيمان باليوم الآخر الإيمان بكل ما أخبر به النبي صلى الله عليه وسلم مما يكون بعد الموت. പരലോകത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമെന്ന് പറഞ്ഞ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ വിശ്വസിക്കണം. അതിൽപ്പെട്ടതാണ് ഫയജിബ് അൻ തുഅ്മിന ബി ഫിത്നത്തുൽ ഖബർ. ശൈഖുൽ ഇസ്ലാമിന്റെ വാക്കാണ്. ഫിത്നത്തുൽ ഖബർ, ഖബറിലെ പരീക്ഷണത്തെ കുറിച്ച് വിശ്വസിക്കണം. അത് നിഷേധിച്ചവന് പരലോക വിശ്വാസമില്ല. ഈമാനിന്റെ റുക്ൻ പരലോകത്തുള്ള വിശ്വാസം എന്ന വിശ്വാസം ആർക്കില്ല? ഖബർ ശിക്ഷ നിഷേധിക്കുന്ന, ഹദീസ് നിഷേധിക്കില്ല. ഹദീസ് നിഷേധില്ല, ഖുർആൻ നിഷേധിക്കുന്നവനാണ്. ഹദീസ് നിഷേധിച്ചവൻ ഖുർആൻ നിഷേധിച്ചു. മയ്യുതിഅ റസൂല ഫഖദ് അതാ അല്ലാഹ്, റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹിനെ അനുസരിച്ചു, റസൂലിനെ ധിക്കരിച്ചവനോ അള്ളാഹിനെ ധിക്കരിച്ചു. ഇത് ഖബർ ശിക്ഷ ഹദീസിൽ മാത്രമല്ല കേട്ടോ, ഖുർആനിലുള്ള കാര്യമാണ്. ഖുർആനിൽ വന്ന സൂറത്ത് ഗാഫിറിൽ അല്ലാഹു ഫിറഔനെയും കൂട്ടരെയും പറ്റി പറഞ്ഞു, النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. النار നരകം يعرضون عليها, അവർ അതിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ രാവിലെയും വൈകുന്നേരവും. ويوم تقوم الساعة, എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് പിന്നെ ഖിയാമത്ത് നാളിൽ ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. അപ്പോൾ അല്ലാഹു പറയും ഫിറഔനെയും അവന്റെ കൂട്ടരെയും കഠിനമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കൂ. അതിന് മുമ്പുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ ശേഷം يثبت الله الذين آمنوا في القول الثابت في الحياة الدنيا وفي الآخرة. അല്ലാഹു സത്യവിശ്വാസികളെ അമലു സാലിഹാത്ത് ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെട്ട വാക്കുകൊണ്ട് ദുനിയാവിലും പരലോകത്തും
ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞാൽ അത് ഖബറിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വേറെയും ആയത്തുകൾ ഖബർ ശിക്ഷയെ സൂചിപ്പിക്കുന്ന ആയത്തുകളുണ്ട്. അത് ഖുർആനിലും വന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖബറിലെ വിശ്വാസം എന്താ? ഖബറിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽ ഇഖ്തിയാർ الذي يكون للميت اما اذا دفن وتولى عنه اصحابه. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഖബറടക്കി ആളുകൾ തിരിച്ചുപോയാൽ ആ ചെരുപ്പിന്റെ 6 അടി ആരുകൾക്കും ഈ മരിച്ചു കിടക്കുന്ന ആൾ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും എന്ന് പറഞ്ഞത് കേൾക്കും, അല്ലാത്തത് കേൾക്കൂല. പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്ത് എത്തിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ നബിയുടെ വഫാത്തിന് ശേഷവും. സുബ്ഹാനല്ലാഹ്, അത് ഏത് ഹദീസിന്റെ കൂടെ പറഞ്ഞത്? ഏത് കാര്യം പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? ലാ തജഅലു ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും മടങ്ങി വരുന്നത്, ആഘോഷകേന്ദ്രം. അതിന് ആ പേര് വരാനുള്ള കാരണം എന്താണ്? ഓരോ കൊല്ലവും മടങ്ങി അവിടെ ഇങ്ങനെ പോയി അത് ജൂത ക്രൈസ്തവർ ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് താക്കീത് ചെയ്ത കാര്യം തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ആക്കരുതെന്ന് പറഞ്ഞ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എവിടുന്നും എനിക്ക് വേണ്ടി സലാത്ത് അള്ളാഹുവിനോട് ചോദിച്ചതാണ് എനിക്ക് എത്തിക്കപ്പെടും. എന്ത് ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കെങ്കിൽ പിന്നെ സലാത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് സലാത്ത് എത്തിക്കപ്പെടുമെന്ന്. സുബ്ഹാന. ഇനി ഇത് അവർ തിരിഞ്ഞുപോയാൽ മലക്കുകൾ 2 മലക്കുകൾ വരും. ദീനിനെയും നബിയെയും കുറിച്ച് റബ്ബിനെയും കുറിച്ച് ചോദിക്കും. അങ്ങനെ നല്ല ആൾക്ക് ഖബർ എന്തായിരിക്കും? റൗളത്തും മിൻ റിയാദിൽ ജന്ന വഇമ്മാ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ. മുഅ്മിനാണെങ്കിൽ സ്വർഗ്ഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമായിരിക്കും ഖബർ. കാഫിറാണെങ്കിൽ നരകത്തിലെ തീക്കുഴികളെ പോലെ ഒരു കുഴിയായിരിക്കും ഈ ഖബർ. സത്യവിശ്വാസിക്ക് അല്ലാഹു മദ്ദൽ ബസർ, കണ്ണെത്തുന്ന ദൂരത്തോളം ഖബർ വിശാലമാക്കി കൊടുക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഒരു വാതിൽ തുറന്നു കൊടുക്കും. ഒരുപാട് സുദീർഘമായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ആ വിഷയത്തിൽ. അതുപോലെ തന്നെ അൻ തുഅ്മിന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ അതിൽ ഇതൊക്കെ പെടും എന്നാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. ഇനി ഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തുഅ്മിന ബി അന്നല്ലാഹ തആല ഖദ്ദറ കുല്ല ഷൈഇൻ വദാലിക അന്നല്ലാഹ ഖലഖൽ ഖലം. അല്ലാഹു എല്ലാം ആദ്യമേ കണക്കാക്കിയിട്ടുണ്ട്. ആദ്യം അല്ലാഹു ഖലമിനെ പടച്ചു, എന്നിട്ട് അതിനോട് പറഞ്ഞു ഉക്തുബ്. ഉക്തുബ് എന്ന് പറഞ്ഞാൽ നീ എഴുതുക. അപ്പൊ ഖലം ചോദിച്ചു വമാദ അക്തുബ്, ഞാൻ എന്ത് എഴുതണം? ഖാല ഉക്തുബ് മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എഴുതുക. ഞാൻ ഈ പറയുന്ന ഓരോ വാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫജറ ഫീ തിൽക സാഅതി ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. إذن فالإيمان في قوله إلا الذين آمنوا يشمل الإيمان بالأصول الستة التي بينها الرسول عليه السلام. ഈ കാര്യങ്ങളൊക്കെ വിശ്വാസ കാര്യങ്ങളിൽ പെട്ടു. രണ്ടാമത്തേത് എന്താണ്? إلا الذين آمنوا وعملوا الصالحات. സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക, പ്രവർത്തിച്ചവരൊഴികെ. സൽപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ أنهم قاموا بالأعمال الصالحة من صلاة وزكاة وصيام وحج وبر للوالدين وصلة الأرحام وغير ذلك، فلم يقتصروا على مجرد ما في القلب بل عملوا وأنتجوا. والصالحات هي التي شيخ പറയുകയാണ് അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അവർ സൽപ്രവർത്തനങ്ങൾ ചെയ്യും. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക പോലെ, കുടുംബബന്ധം ചേർക്കുക പോലെ. ഇതിലൊന്നും അവർ വീഴ്ച വരുത്തിയിട്ടില്ല. കൽബിൽ മാത്രം അവർ മതിയാക്കിയില്ല, മറിച്ച് അതിന്റെ ഫലം പുറത്തേക്ക് വന്നു. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. ആ വഅഅമാലിക്കും ഊന്നി പറയണമെന്നാണ് ശൈഖ് നാസറുദ്ദീൻ അൽബാനി ഒക്കെ റിയാദുസ് സാലിഹിന്റെ പിന്നെ അടിക്കുറിപ്പ് എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ചില ആളുകൾ അമല് ചെയ്യാതിരിക്കാൻ ന്യായം പറഞ്ഞിട്ടുണ്ട്. പുറത്ത് നടന്നൊന്നല്ല അമൽ, കൽബിലാണ് അമൽ. എൻ്റെ കൽബിലുള്ള എനിക്കറിയോ എന്ന് ചോദിക്കാറുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിലുള്ള ആർക്കും കാണാൻ കഴിയില്ല, ശരിയാണ്. പുറമേക്ക് അമലുള്ള ആളുടെ ഖൽബ് നന്നായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഖൽബ് നന്നായി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, അത് പുറത്തേക്ക് വരണം. അങ്ങനെ തന്നെയാണ് അള്ളാഹു ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് എന്നാണ്. മനസ്സിലായോ? ഖൽബ് വേണം, ഖൽബിൽ ആദ്യം വേണം, എന്നിട്ട് പുറത്തേക്ക് വരണം എന്നാണ്. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അത് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ രണ്ട് ഷർത്തില്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ഷഹാദത്തിൽ പോലും അത് അടങ്ങിയിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനകൾക്ക് അർഹനില്ല. അപ്പൊ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ഇഖ്ലാസ് വേണം. ഇബാദത്ത് വേറെ ആർക്കും കൊടുക്കുന്ന ശിർക്കുൻ അക്ബറും പാടില്ല, ആളുകളെ കാണിക്കാനോ കേൾപ്പിക്കാനോ ചെയ്യുന്ന ശിർക്കുൻ അസ്ഗർ ചെറിയ ശിർക്കും രണ്ടും പാടില്ല. ഇഖ്ലാസ് വേണം. വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോൾ ആര് പഠിപ്പിച്ചതുപോലെയാണ് അല്ലാഹുവിനെ ആരാധിക്കേണ്ടത്? ഇത്തിബാഉ സുന്ന. അതിനെതിരാണ് ബിദ്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബത്ത് പഠിപ്പിക്കാത്ത വിശ്വാസം, അതാദ്യം പറയണം. ചില ആളുകളുടെ വിചാരം കൂട്ടപ്രാർത്ഥനയും മൗലൂദും മാത്രമാണ് ബിദ്അത്ത് എന്നാണ്. ബിദ്അത്ത് തന്നെ, യാതൊരു സംശയമില്ല. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ആൾ മുബ്തദിയാവില്ലേ? കടുത്ത മുബ്തദിയാവും. ഹദീസ് നിഷേധിക്കുന്നവൻ മുബ്തദിയാണവൻ. അതുപോലെ ഭരണാധികാരിക്കെതിരിൽ കലാപങ്ങൾ ഉണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്ന ഖവാരിജികളെ ആശയം പകർന്ന അൽ ഇഖ്വാനുൽ മുസ്ലിമൂനെ പോലുള്ള കക്ഷികൾ, അതിന്റെ വാലായ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള കക്ഷികൾ, ഇതൊക്കെ ബിദ്അത്തിന്റെ കക്ഷികളാണ്. കാരണം എന്താണ്? ഈ അസ്ലിലാണ് അവരുള്ളത്. അവർ കൂട്ടപ്രാർത്ഥന നടത്തിയില്ലെങ്കിലും, സുബിക്ക് കുന്നത്ത് ഓതിയിട്ടില്ലെങ്കിലും, നബിദിനത്തിൽ കൂടിയിട്ടില്ലെങ്കിലും മുബ്തദിയാണ്. നെഞ്ചത്ത് കയ്യെട്ടിയാനൊക്കെ അഹ്ലുസുന്നത്താണെന്ന് വിചാരിക്കരുത്. അതിൽ കടുത്ത മുബ്തദികളുണ്ടാവും. ഇങ്ങനത്തെ ഷിയാക്കളുടെയും ഖവാരിജികളുടെയും മുഅ്തസിലത്തിന്റെ ഒക്കെ ആശയം പേർന്ന മുൻഗാമികൾ ഏത് മുബ്തദിനെയാണോ അടുപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്, ആ മുബ്തദിയാണ് ഈ കോലത്തിലുള്ളത്. ഇങ്ങനെയുള്ള മുബ്തദികളെ കുറിച്ചാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസത്തിലുള്ള ബിദ്അ അത്. അപ്പൊ ഇത് മാത്രമാണ് ബിദ്അത്ത് എന്ന് വിചാരിക്കരുത്. അതും ബിദ്അത്ത് തന്നെയാണ്. അതും ബിദ്അത്ത് തന്നെയാണ്. ചിലപ്പോൾ ഈ മൗലൂദുകളൊക്കെ ശിർക്ക് കൂടി കൂടിയ ബിദ്അത്താണ് കാണുന്നത്. ഇസ്ലാമിൽ തന്നെ പുറത്താക്കി കളയും. ശിർക്ക് കലർന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകും. إنه من يشرك بالله فقد حرم الله عليه الجنة من مات يشرك بالله شيئا دخل النار. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഈ ബിദ്അത്തിനെതിരാണ് സുന്ന. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന രണ്ട് ഹദീസുകൾ ഓരോ മുസ്ലിമും പഠിച്ചു വെക്കണം. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അർബഊനിൽ കാര്യമായി എടുത്തു പറഞ്ഞ രണ്ട് ഹദീസുകളാണ്. ഒന്നാമത്തെ ഇമാം ബുഖാരി ഒന്നാമത് കൊടുത്ത ഹദീസ് തന്നെ, إنما الأعمال عن أمير المؤمنين عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. എല്ലാവരും പഠിച്ചു വെക്കണം. ഒരുപാട് പുസ്തകങ്ങളിൽ മലയാളത്തിലൊക്കെയുള്ള അറബികളിലൊക്കെ ഒരുപാട് പേര് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും ആർക്കും ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, പഠിച്ചു വെക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഇമാം ബുഖാരി ഒന്നാമത് ഉദ്ധരിച്ച ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവർത്തനങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത്, എന്തുദ്ദേശം വെച്ചാണോ ചെയ്യുന്നത്, അതാണ് നിയ്യ. അതിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഏത് മനുഷ്യനും അവൻ ചെയ്തത് മാത്രമേ, അവൻ ഉദ്ദേശിച്ചത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇബാദത്ത് ആർക്കാണ് എന്നത് തീരുമാനിക്കുന്നത് നിയത്താണ്. ഇബാദത്ത് ഏതാണ്, ഫർദാണോ സുന്നത്താണോ, അതും തീരുമാനിക്കുന്നത് എന്താണ്? നിയത്താണ്. മനസ്സിലാണ്. ഇബാദത്ത് ഉസല്ലി ഫർദുൽ ദുഹരി അല്ലെങ്കിൽ പിന്നെ നവൈതു സൗമഅദിൻ എന്ന് പറഞ്ഞുള്ള നിയത്ത് ലഫ്ദ് കൊണ്ട്, നാവ് കൊണ്ട് പറയൽ ബിദ്അത്താണ്. ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല, ഒരു അമലിനും പഠിപ്പിച്ചിട്ടില്ല. ഒരു അമലിനും. ഉംറക്കും ഹജ്ജിനും നാവുകൊണ്ട് പറഞ്ഞ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറയുന്നത് നിയത്ത് പറയുന്നതല്ല. അത് നിസ്കാരത്തിൽ നമ്മൾ നിയത്ത് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹു അക്ബർ എന്നൊരു കൈയിട്ടൂലേ, അതാണത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണ് ഹജ്ജിൽ പ്രവേശിക്കുന്നതാണ്. ഹജ്ജിന്റെ അമലാണിത്, ഇഹ്റാം കിട്ടുക എന്നുള്ളത്. ഉംറയുടെ
4 റുക്കിനിലൊന്നതല്ലേ ഇഹ്റാം, അതുപോലെ തവാഫ്, സഈ, മുടി കളയാണ്, ഇതല്ലേ. അപ്പൊ അതാണ് അത് നിയ്യത്ത് പറയുന്നതല്ല, അങ്ങനെ വിശ്വസിക്കുക. ഉലമാക്കൾ അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി നിയ്യത്താണെന്നാണെങ്കിലും പറഞ്ഞാൽ തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ മാത്രം പറയാൻ പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇങ്ങനെയാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയാം, ബാക്കിയുള്ളതിന് പറയൽ അല്ലെങ്കിലും വിദാത്താണ്. മനസ്സിലായല്ലോ. അങ്ങനെ പറയാൻ പാടില്ല, മനസ്സിൽ കരുതുക. ഇനി ഒരു അമലിനെ വേറെ അമലിന് വേർതിരിക്കുന്ന നിയ്യത്താണ്. ഇനി മാത്രമല്ല, ഇബാദത്തല്ലാത്ത സാധാരണ കാര്യങ്ങളുണ്ടല്ലോ, ആദത്തുകൾ, ശീലങ്ങൾ, അതിൽ നിന്ന് ഇബാദത്തിനെ വേർതിരിക്കുന്നതും എന്താണ്? നിയ്യത്താണ് അല്ലേ. അതുകൊണ്ടാണ് പല മുൻഗാമികളും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ആദാതു അഹ്ലിൽ യഖ്ളതി ഇബാദാതുൻ വഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതുൻ. അഹ്ലുൽ യഖ്ള, നല്ല ഉണർച്ചയുള്ള ബുദ്ധിയുള്ള ഈമാനുള്ള ആളുകൾ, അവരുടെ ആദത്തുകൾ വരെ ഇബാദത്തുകളാണ്. കാരണം അവർ സാധാരണ ആദത്തായി ചെയ്യേണ്ട പല കാര്യം വരെ അള്ളാഹുവിലുള്ള നല്ല നിയ്യത്ത് വെച്ച് അവർ ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടും. ഒരാൾ കച്ചവടം ചെയ്യാൻ, അയാൾ ആ കച്ചവടം ഇങ്ങനെ വെറുതെ കച്ചവടം ചെയ്യാതെ അയാൾ മനസ്സിൽ നിയ്യത്താക്കാണ്. എന്ത്? ഈ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടായാൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് പോറ്റണം, കുടുംബത്തിന് പോയിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എൻ്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും അള്ളാഹു പ്രതിഫലം തരുന്നതാണ്. പിന്നെ എനിക്ക് ദാനം ചെയ്യണം, ദീനി ആയി ഉപയോഗിക്കണം, ആരോടും ചോദിക്കാതെ നല്ലവർക്ക് മാന്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സമ്പാദിച്ച് ജീവിക്കണം എന്ന മഹത്തായ ഒരു നിയ്യത്ത് അയാൾക്കുണ്ടെങ്കിൽ അയാൾക്കതിന് പ്രതിഫലം കിട്ടും അയാൾക്ക്. അതാണ് ആദാത്ത് അഹ്ലിൽ യഖ്ളതി ഇബാദാത്ത്. ആദത്ത് ഒരാൾ പിന്നെ എന്തെങ്കിലും ഒരു ആദത്തായ കാര്യം, ഭക്ഷണം കഴിക്കണം, ആദത്ത്, അത് അയാൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. അയാളുടെ നിയ്യത്ത് മഹത്തായ ഒരു നിയ്യത്ത് അതിന്റെ പിന്നിലുണ്ടെങ്കിൽ. അങ്ങനെ തന്നെയാണ് ഒരു മക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ്. മനസ്സിലായല്ലോ. ഇനി നേരെ തിരിച്ച് അഹ്ലുൽ ഗഫ്ലത്ത് ഉണ്ട്. ഒരു കഥയും ബോധമില്ലാതെ നടക്കുന്ന കൗമ്, അവരുടെ ഇബാദത്ത് വരെ എന്താവും? ആദത്താവും. ഇവരുടെ ആദത്ത് എന്താവും? ഇബാദത്താവും. മറ്റവരുടെ ഇബാദത്ത് എന്താവും? ആദത്താവും. ഇങ്ങനെ ചുറ്റിട്ടത് പോലെയാണ് ഇബാദത്ത്. ഒരു നിയ്യത്തുമില്ല, മനസ്സിലൊന്നുമില്ല. അവരുടെ ഇബാദത്ത് വരെ എന്തായി പോവും? ആദത്തായി. സുബ്ഹാനല്ലാഹ്. ഇത്ര മഹത്തായ കാര്യമാണ് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ഈ ആദാത്ത് പോലും ഇബാദത്തുകളാകുന്ന, ആ ഇബാദത്ത് സ്വീകരിക്കപ്പെടുന്ന സാലിഹികളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് നിയ്യത്ത്. അടുത്തത് രണ്ടാമത്തെ റുക്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മറ്റൊരു റിവായത്തിലുള്ളത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിലില്ലാത്ത വല്ല പുതിയതും ആരെങ്കിലും ചെയ്താൽ റദ്ദുൻ, അത് തള്ളപ്പെട്ടത്, ചവറ്റുകൊട്ടയിലാണ് അതിന്റെ സ്ഥാനം, തള്ളപ്പെട്ടിരിക്കുന്നു. അത് സ്വീകരിക്കും, അള്ളാഹു സ്വീകരിക്കില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാത്തത് കൊണ്ട്. ഇതാണ് അടുത്തടുത്ത. അപ്പോൾ 2 ഷർത്തും വേണം. അള്ളാഹ്ക്ക് വേണ്ടി ആണ് മൗലൂദ് വന്നത്. ചില ആളുകൾ പൈസ കിട്ടാൻ വേണ്ടി മൗലാദ് വന്ന് പറയാറുണ്ട്. എന്നാലും പല ആളുകളും ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി അള്ളാഹു പഠിപ്പിക്കാത്ത മൗലൂദുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൊല്ലുന്നു. ഇഖ്ലാസ് ഉണ്ട്, പക്ഷെ എന്തില്ല, ഇത്തിബായില്ല, അമൽ പൊളിഞ്ഞു വരും. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് വിചാരിച്ചു അള്ളാഹു കൂലി തരും എന്ന് വിചാരിച്ചിട്ടാണ് ഒരു അമൽ ചെയ്യുന്നത്, ഏതെങ്കിലും അമൽ. നേരെ തിരിച്ച് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുന്നു, പക്ഷേ അമൽ എങ്ങനെയാണ്, പക്ഷെ അയാളുടെ ഉദ്ദേശം വേറെ ആരെങ്കിലും കാണാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സദഖ കൊടുക്കുന്നു. 2 ഷർത്തും ഉണ്ടായാലല്ലാതെ അള്ളാഹു സ്വീകരിക്കും. അതാണ് ശൈഖ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر أهل السنة في كل مكان. وصلى الله وسلم وبارك على محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.